ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾ ചോദ്യങ്ങളൊക്കെ വായിക്കുക. ഒക്കെ മലയാളമാണ്, അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ആദ്യം തന്നെ 6 പ്രവർത്തനം ഉണ്ടാവും. അതിൽ 5 പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങൾ ഒന്ന് നമുക്ക് ഓപ്ഷനിലാണ്. അപ്പോൾ അറിയാവുന്ന 4 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ റൗണ്ട് ചെയ്ത് വെക്കുക. അത് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് വായിക്കാം, എഴുതാം. അപ്പോൾ ചിലപ്പോൾ കവിത തരും, ചിലപ്പോൾ ഒരു പാസേജ് ആയിരിക്കും തരിക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ 2023 മാർച്ച് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഒരു കവിതയാണ് തന്നത്. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുക. 4 ഇതൾ പൂവ്. കുട്ടൻ രോമന പൊൻ പനിനീർ ചെടി മുറ്റത്തു നട്ടു നനച്ചിരിക്കുന്നു. പൊട്ടിത്തഴച്ചു തളർത്തിളം കമ്പുകൾ മുറ്റി വളർന്നതു മൊട്ടണിഞ്ഞു. ആദ്യത്തെ മൊട്ടിനു ചുണ്ടു ചോന്നില്ല, അവൻ 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ. 1000 പൂക്കാലമെത്തി പാരിൽ ആദ്യത്തെ പൂവൊന്നു കൺമിഴിക്കുകയും. കമ്പം പിടിച്ചൊരു പൂമ്പുലരിക്കെന്താ നിമ്പമാ മുറ്റത്ത് നൃത്തമാടാൻ. കുട്ടനാ മുറ്റത്തിള വെയിൽ തന്നെ പൊട്ടിത്തരിച്ച് കുളിർത്തു നിന്നു. മൂത്തവരാരാനും ചെല്ലുകിൽ മറ്റൊരു പൂവെന്നെ സങ്കല്പിക്കൂ. ശരി ഗോവിന്ദൻ നായരുടെ ഒരു കവിതയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു കവിത നല്ലവണ്ണം പിരിച്ച് വായിക്കുക. എങ്ങനെ പിരിച്ച് വായിക്കുക എന്ന് വെച്ചാൽ, കുട്ടൻ ഒരു ഓമന പൊൻ പനിനീർ ചെടി മുറ്റത്ത് നട്ട് നനച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടൻ ഒരു പനിനീർ ചെടി എന്ന് പറഞ്ഞാൽ റോസാപ്പൂ മുറ്റത്ത് നട്ട് നനച്ചിരിക്കുകയാണ്. പൊട്ടിത്തഴച്ച് തളിർത്ത് ഇളം കമ്പുകൾ മുറ്റി വളർന്നത് മൊട്ടണിഞ്ഞു. പൊട്ടിത്തഴച്ചു, അപ്പോൾ നട്ട് നനച്ചു. ആദ്യം നട്ടു, പിന്നെന്താ പൊട്ടിത്തഴച്ചു, അത് തഴച്ചു വളർന്നു. എന്നിട്ട് ഇളം കമ്പുകൾ മുറ്റി വളർന്നു, ഇളം കമ്പുകൾ വളർന്നു. എന്നിട്ടതിന് മൊട്ടണിഞ്ഞു. ആദ്യത്തെ മൊട്ടിന് ചുണ്ട് ചോന്നില്ല, 1000 പൂക്കൾ വിരിഞ്ഞ്. കവിതയുടെ വരികൾ നമ്മൾ പിരിച്ച് വായിക്കുക. അപ്പോൾ കുട്ടമുറ്റത്ത് നട്ടു നനച്ചത് ഏത് ചെടിയായിരുന്നു? തുളസി ചെടി, തുമ്പച്ചെടി, പൊൻ പനിനീർ ചെടി. അപ്പോൾ ഇവിടെ അറിയാം, പൊൻ പനിനീർ ചെടി. ആ 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ എപ്പോൾ? കമ്പുകൾ പൊട്ടിത്തഴിച്ചപ്പോൾ. ആദ്യത്തെ മൊട്ടിൻ്റെ ചുണ്ട് ചുവയ്ക്കുന്നതിന് മുമ്പ് മുറ്റത്ത് ചെടി നട്ടപ്പോൾ. അപ്പോൾ ഇവിടെ ഉണ്ട് എന്താണ്, എപ്പോഴാണ്? ആദ്യത്തെ മൊട്ടിന് ചുണ്ട് ചോന്നില്ല, 1000 പൂക്കൾ വിരിഞ്ഞതുള്ളിൽ. അപ്പോൾ എന്താണ് ഉത്തരം? ആദ്യത്തെ മൊട്ടിന് ചുണ്ട് ചോന്നില്ല. ഓക്കെ, ആദ്യത്തെ മൊട്ടിൻ്റെ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെ. ഇനി അടുത്തത്, എന്തൊരിമ്പമാ മുറ്റത്ത് നൃത്തമാടാൻ ആർക്ക്? ചെടിക്ക്, കുട്ടന്, പൂമ്പുലരിക്ക്. അപ്പോൾ അതെവിടെയാണ്? ഇമ്പമാർന്ന മുറ്റത്ത് നൃത്തമാടാൻ നമ്മൾ എന്താണ്? കമ്പം പിടിച്ചൊരു പൂമ്പുലരിക്കെന്താ നിമ്പ. അപ്പോൾ ആർക്കാണ്? പൂമ്പുലരി. ഇവിടെ പൂമ്പുലരി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇമ്പമാ മുറ്റത്ത് നൃത്തമാടാൻ. അപ്പോൾ ആർക്കാണ് ഇമ്പത്തിൽ നൃത്തമാടേണ്ടത്? പുലരിക്കാണ്. ഓക്കെ, പൂമ്പുലരിക്കാണ്. അപ്പം ഇവിടെ പൂമ്പുലരി എന്നെഴുതുക. ഇനി അടുത്തത്, മുറ്റത്തിളവയിൽ തന്നെ പൊട്ടിത്തരിച്ചു കുളിർത്തു നിന്നതാര്? പുലരി, പൊൻ പനിനീർ ചെടി, കുട്ടൻ. ആരാണ്? അപ്പോൾ അടുത്ത ചോദ്യം, മുറ്റത്തിളം വെയിൽ തന്നെ പൊട്ടിത്തരിച്ച് കുളിർത്തു നിന്നതാര്? പുലരി, പൊൻപനിനീർ ചെടി, കുട്ടൻ. അപ്പോൾ ആരാണ്? ഇവിടെ ഉണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഈ ഒരു വരിയിലുണ്ട്, കുട്ടനാ മുറ്റത്തിളവയിൽ തന്നെ പൊട്ടിത്തരിച്ചു കുളിർത്തു നിന്നു. അപ്പോൾ നമുക്ക് എഴുതാം കുട്ടൻ. ഓക്കെ, ഇനി മൂത്തവരാരെങ്കിലും ആ വഴി വന്ന് കുട്ടനെ കണ്ടാൽ എന്താണ് സങ്കല്പിക്കുക? പൊൻ പനിനീർ ചെടി, മറ്റൊരു പൂവെന്ന്, ഇളം വെയിലെന്ന്. അതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? അതും ഇവിടെ ലാസ്റ്റ് വരി വായിക്കാം. ആരാരും ഈ വഴിയിൽ ചില മറ്റൊരു പൂവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്താണ് സങ്കല്പിക്കുക? മറ്റൊരു പൂവെന്ന്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. കവിത തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു കവിതയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കിട്ടില്ല, അടുത്ത പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സംഭാഷണം എഴുതാനാണ്. വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിൽ അവധിക്കാലം കഴിഞ്ഞ് നഗരത്തിലെ വീട്ടിലെ
നഗരത്തിലെ വീട്ടിലേക്ക് പോയ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശിയെ കാണാൻ വീണ്ടും തറവാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവളെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി. വൈകിട്ട് അവൾ ഒന്നിച്ചു കുളത്തിൽ കുളിക്കാൻ പോയി. തണുത്ത വെള്ളത്തിൽ നീന്തി തുടിക്കുമ്പോൾ തിരക്ക് പിടിച്ച നഗരജീവിതത്തെക്കുറിച്ചാണ് അവൾക്ക് ഏറെയും പറയാനുണ്ടായത്. മുത്തശ്ശിയും അമ്മവും തമ്മിലുള്ള സംഭാഷണം എഴുതുക. അപ്പോൾ വെള്ളത്തിൽ കുളിക്കുമ്പോൾ അമ്മുകന് എന്തൊക്കെ പറയാനുണ്ടാവും? നഗരത്തിലെ ഫ്ലാറ്റിനുള്ളിൽ ഈ സൗകര്യം ഒന്നുമില്ല. അപ്പോൾ മുത്തശ്ശി വന്ന് ചോദിക്കും, നിനക്കെന്നാൽ ഇവിടെ വന്ന് കുറച്ച് നിന്നുകൂടെ? അപ്പോൾ അമ്മ എന്താ പറയുക, അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ? എനിക്കവിടെ നഗരത്തിൽ ജോലിയല്ലേ, എൻ്റെ ജോലി വിട്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു 5 സംഭാഷണങ്ങൾ മാത്രം എഴുതിയാൽ മതി. പിന്നെ നമുക്ക് വേനലിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലെ മുത്തശ്ശിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഥ മുഴുവൻ വായിക്കും. മുത്തശ്ശിയുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അനവധി ചോദ്യപേപ്പറിൽ വന്നതാണ്. അപ്പോൾ എന്താണ് മുത്തശ്ശി? വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ആരാണ്? മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ ചെറുമകളും മരുമകനുമാണ് വന്നത്. മുത്തശ്ശിയുടെ മകൾ അമ്മുവിൻ്റെ അമ്മ മരിച്ചു. അതുകൊണ്ട് അമ്മുവിൻ്റെ അച്ഛൻ നാട്ടിലേക്ക് പതിവായി വരാറില്ല. മുത്തശ്ശിക്ക് 60 കഴിഞ്ഞിരിക്കുന്നു. ഒറ്റപ്പെടലിൽ അനുഭവിക്കുന്ന വേദനയുണ്ട്, മുഖത്ത് കാണിക്കുന്നില്ല. ഒറ്റപ്പെടലിന് അനുവദിക്കുന്ന വേദനയുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കുന്നില്ല. കാഴ്ച കുറവാണെങ്കിലും കൊച്ചുമോൾ ഞാവൽ മരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാചാലയാകുന്നു. അമ്മുവിനോട് തികഞ്ഞ വാത്സല്യമാണ്. മരിക്കാറായെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ കൊച്ചുമകളുമൊത്ത് ജീവിക്കണമെന്നാണ് ആശ. മുത്തശ്ശി കേരളീയ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉപചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? നഗരജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് കണ്ടെത്തുക. അപ്പോൾ ഇളംകാറ്റ് എന്ന് പറയുന്ന നഗരജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അത് ഗ്രാമത്തിലൊക്കെ കാണുന്നൊരു കാറ്റാണ് ഇളംകാറ്റ്. തെളിനീർ പുഴ നഗരജീവിതവുമായി ബന്ധപ്പെട്ടാണോ? അല്ല. പിന്നെ വാഹന തിരക്ക്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? വാഹന തിരക്കാണ്. അപ്പോൾ നമ്മൾ സംഭാഷണവും നമ്മൾ പഠിച്ചു, അതേപോലെ കഥാപാത്ര നിരൂപണവും പഠിച്ചു. ഇനി നമുക്കൊരു പഴഞ്ചൊല്ല് വ്യാഖ്യാനിക്കാനാണ്. പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴഞ്ചൊല്ല് എഴുതി അതിനെ വ്യാഖ്യാനിക്കുക. ഐകമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ല് കണ്ടെത്തുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ആണോ? അല്ല. ഐകമത്യം മഹാബലം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒത്തുചേർന്നാൽ ഭയങ്കര ബലമാണ് എന്നാണ്. ചട്ടുകമെന്ത് സോദറിനോ അതുമല്ല, ഒരുമ തന്നെ പെരുമ. അതായത് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് വലിയ ലക്ഷ്യത്തെയും കീഴടക്കാം. അതാണ് ഐകമത്യം മഹാബലം. ഇതിന് സമാനമായത് ഏതാണ്? ഒരുമ തന്നെ പെരുമ. ഇനി നമുക്ക് എന്താണ് ഐകമത്യ മഹാബലം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരുമയാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അത്യാവശ്യമായ ഒരു ഗുണമാണ് ഒരുമ. ഒരാൾക്ക് ഒറ്റയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും കൂട്ടായി പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇനി അടുത്തതൊരു പോസ്റ്റർ നിർമ്മിക്കാനാണ്. ടോട്ടോ ചാൻ്റെ സ്കൂളിലെ കുട്ടികളെ കൃഷി പഠിപ്പിക്കാൻ കൃഷി മാഷ് വന്നു. മാഷും കുട്ടികളും വയലിറങ്ങി കൃഷി ചെയ്തു. കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികൾ അധ്യാപകൻ്റെ നിർദ്ദേശം പ്രകാരം കൃഷിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട ആകർഷകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഒന്നല്ല, നിങ്ങൾ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ വൃക്ഷങ്ങളും മരങ്ങളും ഒരു കൃഷിക്കാരനെയൊക്കെ വരയ്ക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഒരു മെസ്സേജ്, ഒരു സന്ദേശം, എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തന്നാൽ എന്തെങ്കിലും ഒരു സന്ദേശം. മണ്ണാണ് ജീവൻ, മണ്ണിലറിഞ്ഞു പണിയെടുക്കൂ. അങ്ങനെ ഒരുപാട് സ്ലോഗൻസ്, മെസ്സേജ് കൃഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എഴുതുക. പിന്നെ നല്ല ബോർഡ്, നല്ല ക്രയോൺസൊക്കെ കൊണ്ടുപോയിട്ട് നല്ല മരങ്ങളും ചിത്രങ്ങളും ഒരു ഫാർമറും ഒരു കൃഷിക്കാരനും ഒരു വയലും ഒക്കെ വരച്ച് മനോഹരമാക്കുക. പോസ്റ്റർ മനോഹരമാക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി പോസ്റ്ററൊക്കെ തയ്യാറാക്കുക. എല്ലാവരും കളർ പെൻസിലൊക്കെ പിന്നെ കൊണ്ടുപോകാൻ മറക്കരുത്. ഇനി ആകാശം എന്ന അർത്ഥം വരുന്ന പദമേത്? സരസ്, വിഹായസ്, തമസ്. അപ്പോൾ ഇതിൽ ആകാശം എന്ന അർത്ഥം വരുന്ന വിഹായസാണ് കേട്ടോ. വിഹായസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വർണ്ണന തയ്യാറാക്കാനാണ്. പുഴക്കരയിലാണ് ഉണ്ണിക്കുട്ടൻ്റെ വീട്. തീരത്തെ ചെടികളോട് കിന്നാരം പറഞ്ഞൊഴുകുന്ന പുഴ. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളത്തിൽ പുള്ളിപ്പരലുകൾ നീന്തി തുടിക്കുന്നു. നിങ്ങളും പുഴ കണ്ടിട്ടുണ്ടാവല്ലോ. നിങ്ങളുടെ പുഴ അനുഭവം വർണ്ണിക്കുക.
ഇനി പുള്ളിപ്പരലുകൾ എന്ന വാക്ക് വിശദീകരിക്കുമ്പോൾ പുള്ളിയുടെ പരലുകൾ, പുള്ളിയുള്ള പരലുകൾ, പുള്ളിയും പരലുകളും. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? പുള്ളിയുള്ള പരലുകൾ, പുള്ളിയുള്ള പരലുകൾ. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? പുഴ അനുഭവം എഴുതാനാണ്. അപ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴ. പുഴയെ കാണാൻ എന്ത് ഭംഗിയാണ്, നല്ല സുന്ദരിയായിരിക്കുന്നു. ചെരുപ്പ് കരിയിൽ അഴിച്ചു വെച്ച് ഞാൻ പുഴയിലേക്ക് ഇറങ്ങി. നിശ്ചലമായിരുന്ന പുഴയിലെ ഓളങ്ങൾ എൻ്റെ കാലിൽ തട്ടി ഒഴുകി. പരൽ മീനുകൾ ഓടി ഒളിച്ചു. നല്ല തെളിഞ്ഞ വെള്ളം, അടിത്തട്ട് കാണുന്നുണ്ട്. ഞാൻ മുട്ടറ്റം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. എന്തൊരു സുഖമാണ്. ഇങ്ങനെ തന്നെ കുറേ നേരം അവിടെ നിൽക്കാൻ എനിക്ക് തോന്നി. അപ്പോഴേക്കും അമ്മ വിളിച്ചു. ഞാൻ പെട്ടെന്ന് കരയിലേക്ക് കയറി. എൻ്റെ ഉടുപ്പുകളും മുഴുവനും നനഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പുഴ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ പുഴ അനുഭവം വളരെ മനോഹരമായി അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? കത്ത് തയ്യാറാക്കാനാണ്. അപ്പോൾ കത്ത് തയ്യാറാക്കാനാണ്. ഇതിൽ നിങ്ങൾക്ക് നമ്മൾ 5 പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും നല്ലോണം അറിയാവുന്ന 4 പ്രവർത്തനം എഴുതിയാൽ മതി. അപ്പം നമുക്ക് നോക്കാം. ജോയ്മോൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുന്നത്. കൂട്ടുകാരോടൊപ്പം ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലേക്കും അവൻ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ നഗരത്തിലേക്കുള്ള യാത്ര ആദ്യമായിട്ടാണ്. നഗര കാഴ്ചകൾ അവനെ അത്ഭുതപ്പെടുത്തി. ചീറിപ്പായുന്ന വാഹനങ്ങൾ, പല നിലങ്ങളിലെ കെട്ടിടങ്ങൾ, തിരക്ക് പിടിച്ച റോഡുകൾ. നിങ്ങളും പലതരത്തിലുള്ള യാത്രകൾ പോയിരിക്കുമല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു യാത്രാനുഭവം വിവരിച്ചുകൊണ്ട് കൂട്ടുകാരന് കത്തെഴുതുക. അപ്പോൾ നമ്മുടെ ഒരു കത്ത് എഴുതാനാണ്. കത്തിലെ ഉള്ളടക്കം എന്താവണം? നമ്മൾ ഏതെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാവല്ലേ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു യാത്രയുടെ അനുഭവമാണ് നമ്മൾ എഴുതേണ്ടത്. അതൊരു കത്ത് രൂപേണ നമ്മുടെ കൂട്ടുകാരനെ അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. ഇനി അടുത്തത് എന്താ? മഴവില്ലിൻ്റെയും മകൾ എന്ന് കവി പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? വെള്ളിലെ വള്ളി, പൂമ്പാറ്റ, വണ്ട്. ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? മഴവില്ലിൻ മകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? വെള്ളിലെ വള്ളിയാണോ? അല്ല. വണ്ടിനെയാണോ? അല്ല. പൂമ്പാറ്റയാണ്. ഇനി നമുക്കൊരു കത്ത് തയ്യാറാക്കാം. കത്ത് തയ്യാറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ആദ്യം നമ്മൾ അഡ്രസ്സ് എഴുതണം, പിന്നെ ഡേറ്റ് എഴുതണം. ഓക്കെ. പ്രിയ സുഹൃത്തെ, സുഹൃത്തിൻ്റെ പേര് എഴുതാം. അല്ലെങ്കിൽ പ്രിയ സുഹൃത്തെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണോ? ഞാനിവിടെ ഇല്ലായിരുന്നു, ഒരു യാത്ര പോയി. അപ്പോൾ നീയുമായി ഈ അനുഭവം പങ്കിടാം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ആമുഖം നമ്മൾ കൊടുക്കണം, ഒരു ഇൻട്രൊഡക്ഷന്. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യാത്ര പോയതല്ല പറയേണ്ടത്. നിങ്ങൾക്ക് സുഖമാണോ? നിൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആദ്യം അത് നമ്മൾ എഴുതാം. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് എഴുതാം. ചുരുങ്ങിയ രൂപത്തിൽ എഴുതിയാൽ മതി. യാത്രകൾ എന്നും എല്ലാവരെയും പോലെ എനിക്കും വളരെ ഇഷ്ടമാണ്. നാട്ടിൽ അച്ഛൻ അവധിക്ക് വന്നപ്പോൾ നടത്തിയ ഊട്ടി യാത്രാനുഭവം ഇവിടെ കുറിക്കുന്നു. രാവിലെ 6 മണിക്ക് ഊട്ടി ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. മലപ്പുറം ജില്ല പിന്നിട്ട് 9 മണിയോടെ പ്രാതൽ കഴിക്കാനായി നാടുകാണിയിൽ എത്തിച്ചേർന്നു. ഭക്ഷണശേഷം ഗൂഡല്ലൂർ പട്ടണം പിന്നിട്ട് ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് മനോഹരമായ ഒരു വ്യൂ പോയിന്റിലായിരുന്നു. റോഡിൽ നിന്നും മലയുടെ ചെരുവിലേക്ക് കുറച്ച് നടക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ പ്രകൃതി ഒരുക്കി വെച്ചിരുന്നത്. 4 ഭാഗത്തും മനോഹരമായ കാഴ്ചകൾ. ഗൂഡല്ലൂർ പട്ടണത്തിൻ്റെ ആകാശ കാഴ്ച എല്ലാം മനോഹരമായിരുന്നു. ഊട്ടിയിലെ പ്രധാനപ്പെട്ട ആകർഷണമായ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുപാട് ചുറ്റി. പലതരം മനോഹരമായ പൂക്കൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അപ്പോഴേക്കും ഇരുട്ടിയിരുന്നു. തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എല്ലാവരും വേഗം തന്നെ ബസ്സിലെത്തിയിരുന്നു. യാത്രാനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെച്ച് മറക്കാനാവാത്ത യാത്ര സമ്മാനിച്ച സന്തോഷത്തിൽ രാത്രി 12 മണിയോടെ ഞങ്ങൾ നാട്ടിലെത്തി. അപ്പോൾ നമ്മൾ ആ യാത്രയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അത് എങ്ങനെ അവസാനിപ്പിക്കാം ഈ കത്ത്? വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. നീ ഇനി വരികയാണെങ്കിൽ നമുക്കും കുടുംബത്തോടൊപ്പം ഇനിയും പോകാം. സ്നേഹത്തോടെ, മാളു അരവിന്ദ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ഒരു കത്ത്? കത്ത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അഡ്രസ്സ് എഴുതണം, ഡേറ്റ് എഴുതണം, പിന്നെ ഒരു അഭിസംബോധന വേണം, പിന്നെ ഒരു ആമുഖം വേണം, അതേപോലെ മാറ്റർ എഴുതുക, പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഉപസംഹാര കൺക്ലൂഷനും വേണം. പിന്നെ നമ്മൾ എന്താണ്? പുഴ അനുഭവമാണ്, നമ്മൾ ഒരു വർണ്ണനയാണ്, പിന്നെ നമ്മളൊരു പോസ്റ്റർ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് ഒരു പഴഞ്ചൊല്ലിനെ വ്യാഖ്യാനിക്കാനാണ്. പിന്നെ നമ്മൾ മുത്തശ്ശിയുടെ കഥാപാത്ര നിരൂപണം പഠിച്ചു. അതേപോലെ മുത്തശ്ശിയും അമ്മുവും തമ്മിലുള്ളൊരു സംഭാഷണവും നമ്മൾ പറഞ്ഞു നോക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.